എന്താന്നറിയില്ല, ഈ ദുർവാസ്രാവിന്റെ വേഷം ഇട്ടതിന് ശേഷം ചുമ്മാ അങ്ങ് ശപിക്കാൻ തോന്നുക. ഞാനൊന്ന് ശപിച്ചാലോ? അയ്യോ വേണ്ട വേണ്ടേ. അല്ല ബോബിച്ചോ, സ്ഥലം വല്ല നോട്ടം ഉണ്ടെങ്കിൽ പറയണം. താനിപ്പോ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ? സർക്കാർ ഓഫീസിലെ ഫോൺ, ഡിപ്പാർട്ട്മെന്റ് വക വണ്ടി, ഓഫീസിൽ തന്നെയല്ലേ രാജപ്പന്റെ ബ്രോക്കർ പണി. ഈ സീരിയൽ അഭിനയത്തെക്കാൾ സുഖമുള്ള ഏർപ്പാടാ. ഒറ്റ ഫോൺ കോളിലല്ലേ കച്ചവടം, പിന്നെ തൊട്ടവനെ തൊട്ട കമ്മീഷൻ വേറെ. നോക്കിയേ, ഭൂമികുലുക്കത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് പക്ഷി മൃഗാദികളിൽ നിന്നാണ്. ഒരു കയ്യിൽ കോഴി, അതേ കയ്യിൽ തന്നെ സിനിമാ സീൻ, കച്ചത്തിലോ മദ്യക്കൊപ്പി. അപ്പൊ ഉറപ്പിച്ചോളൂ, നാളെ ഹർത്താൽ. നേരെയാണോ? ഈ ദുർവാസ്രാവ് വെറും വാക്ക് പറയില്ല. ശങ്കരണ്ണ നാളെ ഹർത്താലാ? പിന്നെ സർക്കാർ എന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഹർത്താലാ. നാളെ നമുക്ക് അടിച്ചു പൊളിക്കണം. നാളെ ഹർത്താലാ? അതെ, ഹർത്താല. നമ്മുടെ പ്രവചനം ഫലിക്കില്ല. ആശ്വാസമായി. സരക്ക് വന്നിരിക്ക്, എടുത്തു വെച്ചിരിക്ക്. ഹർത്താലും ഇപ്പൊ ആഘോഷമായി. ആഘോഷമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദേശീയോത്സവമാണ്. സരക്ക് വന്നിരിക്ക്. നമ്മുടെ വീട്ടിൽ കയറി കാശ് മോഷ്ടിച്ചു, കയ്യോടെ പിടികൂടിയവനെ. എന്തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്തുവത്? നിങ്ങൾ എല്ലാം കൂടെ തരിക, പാവം ചത്തുവത്തേ അതെ, ദേ നിൽക്കുന്ന എന്റെ ജോലിക്കാരി, അവളാ കൈയോടെ പിടിച്ചേ. നേരാ സാറേ, കാശ് മോഷ്ടിച്ച് എന്നെ കണ്ടത് ഒറ്റ കള്ള്. ഇവര് പറഞ്ഞ സത്യമാണോ? നീ കാശ് മോട്ടിച്ചോ? പിടിച്ച് പോലീസിലേപ്പിക്കാൻ വേണ്ടത്. ഞങ്ങള് കാരണവും മോഷ്ടിച്ചത്. കൂട്ടുകാരുടെ ഒരു പഴയ കമ്പ്യൂട്ടറിന്റെ വില പറഞ്ഞ് ഉറപ്പിച്ചതാ. വാങ്ങിക്കൊടുക്കാൻ പറ്റണില്ല. മാസാദ്യം കൈ നിറയെ പണം ഉണ്ടെന്ന് ആശ്വസിക്കുകയും രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പെടാപ്പാട് പെടുകയും ചെയ്യുന്ന ഒരു സാധാ സർക്കാർ ഉദ്യോഗസ്ഥനെ ഇവരുടെ ഈ കണ്ണീരിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഇവൻ ചെയ്തത് തെറ്റ് തന്നെയാ, പക്ഷെ ഈ പ്രായത്തിൽ നമ്മളാണെങ്കിൽ പോലും മോഷ്ടിച്ചു പോകും. അതെ അതെ അതെ. ആരാ മോഷ്ടിച്ചത്? എവിടെയാ കള്ളൻ? CI ലംബോദരന്റെ അധികാര പരിധിയിൽപ്പെട്ട കോളനിയാ ഇത്. ഇവിടെ ഒരു മോഷ്ടാവിനെയും ഞാൻ വെച്ച് പൊറപ്പിക്കില്ല, മനസ്സിലായോ? സാറ് ട്രിവാൻഡ്രം ട്രാഫിക്കിൽ ഇരിക്കുമ്പോഴേ എനിക്കറിയാം വിളിച്ചപ്പാട ചെയ്യുന്ന രഹസ്യമാക്കണ്ട, പരസ്യമായിട്ട് വിളിച്ചു കൂവ്. വെളിച്ചപ്പാടൻ CI എന്ന് തന്നെയാണ് എന്റെ ഇരട്ട പേര്. വിളിച്ചപ്പാട് CI. എന്താണോ തന്നെക്കാളും വലിയ കുപ്പിയൊക്കെ ആയിട്ട്? നാളെ ഹർത്താലല്ലേ സാർ? അതുകൊണ്ട് പ്രതികളെ തുള്ളിച്ചും ചാടിച്ചുമാണ് ഞാൻ കേസുകൾ തെളിയിക്കുന്നത്. അറിയാമോ? തന്നെ തുള്ളിക്കണം. അല്ല, കഴിഞ്ഞ ആഴ്ച സാറിന് തുള്ളിച്ചതാ. അറിയാമല്ലോ. എന്താണോ ചിരിക്കുന്നത്? താനാരാ? ഞാൻ സീരിയൽ നടന്ന ദുർവാസ്രാവ്. സ്രാവാണെങ്കിലും തിമിംഗലമാണെങ്കിലും ഈ വേഷത്തിൽ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ വെട്ടി നുറുക്കി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. മനസ്സിലായി. ഫോണിൽ വിളിച്ച് പരാതിപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ആരാണ് ത്രേസ്യക്കുട്ടി? താനാണോ? അല്ലേ? മാറിക്കണ അങ്ങോട്ട്. ആരാന്ന്? ഞാനാണ് സാർ. സാർ, ഇവൻ. അപ്പം മനസ്സിലായി, ഇവനാണ് മോഷ്ടാവ്. നമുക്കിന്നൊരു 1 ഡേ ടെസ്റ്റ് കളിക്കാം. നീ ജീപ്പി കയറും. അവനൊരു കയ്യബദ്ധം പറ്റിയതാ. സാർ ഇങ്ങോട്ട് വന്നേ, ഒരു മിനിറ്റ്. എന്താ? കുഞ്ഞു മനസ്സാ, അപമാനം കൊണ്ട് അവൻ എന്തെങ്കിലും വേണ്ടാതനം കാണിച്ചാ? താൻ പോലീസിനെ പള്ളിയിലച്ചനാക്കാൻ നോക്കാണോ? അല്ല സാർ, അല്ല സാർ, ഇവിടെ മെനക്കെട്ട് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും വേണം. താൻ കൈക്കൂലി തന്നെ സ്വാധീനിക്കാൻ നോക്കാണോ? ഞാൻ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ്, അണ്ടർസ്റ്റാൻഡ്? അല്ല, അവൻ നല്ലപോലെ പഠിക്കുന്ന ഒരു പാവം പയ്യനാ സാർ. മാഡം വിഷമിക്കണ്ട, ഞാൻ കേസ് ചാർജ് ചെയ്യുന്നില്ല. ഇവനെ പോലെ നന്നായി പഠിക്കുന്ന കുട്ടികൾ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയാനുള്ള പ്രധാന കാരണം എന്തെന്നറിയാമോ? ഇല്ല. ഉറക്കമില്ലായ്മ. അതുകൊണ്ട് ഇവന് ഷാങ്ഹായ് കമ്പനിയുടെ ഒരു ജാപ്പനീസ് കിടക്ക നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഷാങ്ഹായ് കമ്പനിയുടെ ഈ ഏരിയയിലെ സോൾ ഡിസ്ട്രിബ്യൂട്ടർ ഞാനാണ്. എന്റെ കയ്യിൽ നിന്നും നിങ്ങൾ ഒരു ഷാങ്ഹായ് കിടക്ക വാങ്ങണം. 4 ഷാങ്ഹായ് കിടക്കകൾ വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ഷാങ്ഹായ് കിടക്ക ഫ്രീ. മാത്രമല്ല, 4 ഷാങ്ഹായ് കിടക്ക 4 പേർക്ക് നിങ്ങൾ 6 മാസം തുടർച്ചയായി നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ പ്ലസ് ഷാങ്ഹായ് കമ്പനി വക ഒരു ഹ്യുണ്ടായി കാർ ഫ്രീ. അപ്പൊ സാറും MLM ആളാണല്ലേ? അതെ. ഈ പ്രോഡക്റ്റ് മാത്രമല്ല, വേറെ നിറച്ച പ്രോഡക്ട്സ് ഉണ്ട്. ഉദാഹരണത്തിന് കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കാനുള്ള നേതാജി അല്ല, നേതാജി മാറിക്കിടങ്ങോട്ടെ. പിന്നെ മുടിയുടെ അഴക് വർദ്ധിപ്പിക്കാനുള്ള ലവണ തൈലം വേണോ? അല്ല, ഉള്ളത് അവിടെ തന്നെ ഇരുന്നോട്ടെ സാർ. ആയിക്കോട്ടെ, വിരോധമില്ല. എന്നാ പിന്നെ കോൺസ്റ്റബിൾ, ഷാങ്ഹായ് കമ്പനിയിൽ ചേരാനുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ഈ കോളനിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും കൊടുത്തേക്കും. എല്ലാവരും ചേരണം. എന്തായാലും നിങ്ങൾക്ക് സുഖകരമായ ഉറക്കം ലഭിക്കാൻ ഷാങ്ഹായ് ജാപ്പനീസ് ബെഡ്സ്. ഓക്കെ, മറക്കരുത്. എന്റെ അമ്മോ, പിടിച്ചതിലും വലുതാണോ മാളത്തില് ഷാങ്ഹായ്? നല്ല വർക്ക. എന്റെ ക്രേസാ ഈ കരിമണിമാല. അതെനിക്കറിയാലോ. ആളൊഴപ്പനാണെങ്കിലും ശിവരാമകൃഷ്ണൻ വാക്ക് പാലിച്ചു. ഞാൻ പോട്ടെ. ഇതിന്റെ കൊളുത്തിടാൻ പറ്റുന്നില്ല. ശിവരാമകൃഷ്ണ, ഇതിന്റെ കൊളുത്തൊന്നിട്ട് തന്നെ.
അത് വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി, ശരിയാവും. പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് കഴുത്തിലണിഞ്ഞാലേ എന്റെ കൊതി തീരുള്ളൂ. പ്ലീസ്. ഇത്രയും വിലയുള്ള മാല വാങ്ങിച്ചു തന്നിട്ട് ഒന്ന് കൊളുത്തിടാനാണോ മടി? താ. ഈ മുടിയൊന്ന് മാറ്റിയേ. ആ, ഇതിന്റെ കൊളുത്ത് ശരിയല്ല, അതാ. ആ മെഷർമെന്റ് ഫയൽ എടുക്കാൻ വന്ന അപ്പോഴാ ഈ കഴുത്തിന്റെ മെഷർമെന്റ് അല്ല, ഈ ഫയലിന്റെ കൊളുത്ത്. വീട്ടിൽ പോയി ഇട്ടാ മതിയെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. മാല നൂലാമാലയായി. ആ പത്മിനി ഒന്ന് നിന്നേ, ഞാൻ വരുന്നേ. ഞാൻ പത്മിനിയെ കാണാൻ കാത്തിരിക്കായിരുന്നു. എന്താ? നിങ്ങൾക്ക് DD വന്നോ? DDയോ? നിങ്ങളെ പോലെ ഞങ്ങൾ ചേർന്നിട്ടുണ്ട് ആ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലെ. DD കഴിഞ്ഞ ചൊവ്വാഴ്ച വരുമെന്നാ മുകുന്ദേട്ടൻ പറഞ്ഞത്. ഇതിപ്പോ 1 മാസം കഴിഞ്ഞു. രൂപ ചില്ലറയൊന്നും അല്ല, 1 ലക്ഷം ഇട്ടത്. മുകുന്ദേട്ടനാണെങ്കിൽ ഇപ്പൊ കുടുംബത്തിലെ കാര്യം അന്വേഷിക്കാൻ പോലും നേരെയില്ല. ഇതിനു വേണ്ടി അലച്ചില് തന്നെ അലച്ചില്. ശിവരാമകൃഷ്ണനെ വിശ്വസിച്ച ചേട്ട ഇതിലിറങ്ങിയത്. ഒന്ന് പറഞ്ഞേക്കാം, ആ മനുഷ്യന്റെ ഒരു കാര്യം എന്നോട് ചോദിക്കരുത്. ഓഫീസിൽ സ്വൈര്യമില്ല, ഇവിടെയും. എനിക്ക് മാപ്പ് തരണം. എന്നെ തൊട്ടു പോരുത്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളുടെ കൂടെ പോയി പുറത്തായിരുന്നില്ലേ? നീ കണ്ട ഒന്നും സത്യമല്ല. നിന്റെ മൂകാംബിക അമ്മയാണ് സത്യം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പോയി എന്റെ മുന്നിൽ. ഇമോഷണൽ ആവാതെ പപ്പി, നീ ശാന്തയാവും. ശാന്തയോ? ഏതവളത്? ആ ശാന്തയല്ല, ശാന്തം, കൂളാവാൻ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പേരും പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളോടൊപ്പം സഹവാസം. നാണം കെട്ട ജന്മം. മാല കെട്ടി കൊടുക്കുന്നു. കൊളുത്ത് പൊട്ടിയെന്ന് പറഞ്ഞപ്പം സഹപ്രവർത്തകയല്ലേ എന്ന് കരുതി സഹായിച്ചതാ. ആ മാല ഇങ്ങനെ ഒരു കൊളുത്താവുമെന്ന് കരുതിയില്ല. എന്റെ തല തെറിച്ചു പോട്ടെ, എവിടെ വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം. ഒരു ദുരുദ്ദേശവും എന്റെ മനസ്സിലില്ലായിരുന്നു. ത്രേസ്യക്കുട്ടി നേരിൽ കണ്ട് കുരിശു തൊട്ട് സത്യം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. എന്തിനാ ഇനി ഒരു കുരിശ്? ഓഫീസ് വിട്ട വീട്, വീട് വിട്ട ഓഫീസ്. ഭാര്യ അങ്ങനെ സ്നേഹിക്കുന്നവനായിരുന്നു ആ മുകുന്ദൻ. അയ്യോ, അതിന് സ്നേഹമെന്നല്ല, മാനസിക രോഗമെന്നാ പറയുന്നത്. അയാളുടെ ഭാര്യ വന്ന് പറഞ്ഞപ്പോ എന്റെ തൊലി ഒരിഞ്ഞു പോയി. നിങ്ങൾ ഒറ്റ കാരണം ആ കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുക. ഫോൺ അച്ഛനോടും അമ്മയോടും ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ത്രേസ്യ കുട്ടിയെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തു. നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിക്കുക. എന്റെ പപ്പിക്കുട്ടി ചെന്ന് ഫോൺ എടുക്ക്. ഓക്കെ, കാര്യങ്ങൾ ഇത്രയൊക്കെ സ്ഥിതിക്ക് ഞാൻ നാളെ തന്നെ അങ്ങോട്ട് തിരിക്കാം. ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഹലോ. ഇതെന്താ പോകുന്ന വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട്? നമ്മുടെ ഏകാംഗ നാടകമല്ലേ, അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അല്ല, ഇതാരെ പുതിയ ഗസ്റ്റ്? സോറി, ഇതെന്റെ ഗൾഫിലെ സുഹൃത്താ. സുഹൃത്ത് മാത്രമല്ല, ബിസിനസ് പാർട്ണർ. ഓ, ഐ ആം ആകാശ് മിത്ര. ഹലോ. ആകാശ് മിത്ര, പേര് കേട്ടിട്ടൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ടല്ലോ. അതെ, അച്ഛൻ ബംഗാളിയാ, അമ്മ മലയാളി. അതെ, ഗൾഫിൽ ഞങ്ങൾ ചേർന്ന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു. ആഹാ, മൂന്നിന്റെ അമ്മായിച്ചനല്ലേ വരുന്നേ? അമ്മായിച്ചനല്ല, കാലനാ, കാലൻ. ദൈവദൂതനിപ്പ കാലനായ? അല്ല, കാലിന് വയ്യല്ലോ, അതുകൊണ്ടാ കാലൻ എന്ന് പറഞ്ഞത്. ഞാനിപ്പോ വരാം. നിക്ക്. എങ്ങോട്ടാ? വീട്ടിലോട്ട്. ദയവായി അച്ഛൻ ഇപ്പൊ വീട്ടിലോട്ട് പോകണ്ട. എന്താ? അല്ലെങ്കിൽ തന്നെ ചെവിയിൽ മൂട്ട കയറിയ പോലെ. ഇനി അച്ഛനും കൂടെ ചെന്നാ എനിക്ക് അവൾ ഒരു മനസമാനം തരും. ബാങ്കിൽ നിന്ന് വിരാൻ 2 മാസം പോലും ഇല്ല. അത് ഓർമ്മിപ്പിക്കാൻ വന്നതാ. അറിയാം. എല്ലാ ഉരുപ്പടികളും മാറ്റിവെച്ച് മാനേജറെ രേഖാമൂലം ബോധ്യപ്പെടുത്തിട്ട് വേണം എനിക്ക് ബാങ്കിന്റെ പടി ഇറങ്ങാൻ. അതിനുള്ള യോഗം ഉണ്ടാവുമോ? ഉണ്ടാവും. ഞാൻ അച്ഛനെ ജയിലിൽ വന്ന് കണ്ടോളാം. ജയിലിലോ? ജയിലല്ല, ബാങ്കില്. ഞാൻ കൊടുക്കുക. അത് കരിനാക്കാകാതിരിക്കട്ടെ. പോട്ടെ മോനെ. മുരുകാ, വേലായുധാ, അവസാന കാലത്ത് എന്തെങ്കിലും പരീക്ഷിക്കണ്ടേ. രക്ഷപ്പെട്ടു.